ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാഗവളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്നതും കൊത്താനായിട്ട് ആയുന്നതും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കണ്ടു നിന്നു ഞാൻ. പക്ഷെ അപ്പോഴാ കൃഷ്ണയുടെ ശക്തി എനിക്ക് മനസ്സിലായത്. എന്താ എന്താ നിർമ്മലേ അമ്മായിയത് ആ സർപ്പക്കാവിലൊരു എന്താ കാവിലുണ്ടായേ കീർത്തി അമ്മായി? അതെ, എന്താ എന്താ കാര്യം? ഞങ്ങള് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു നാഗം വന്നമ്മേ. അതെ, ആ നാഗം ഞങ്ങളുടെ നേരെ എഴഞ്ഞു വന്നപ്പോ ഞാനും മോളും അവിടെ നിന്നിട്ട് ഓടിപ്പോന്നു. ഗാഥ എവിടെ? ഗാഥ എവിടെയെന്ന്? അത് അത് നാഗത്തിനെ കണ്ടപ്പോ തന്നെ അവൾ അവിടെ ബോധം കെട്ട് വീണു. ഗാഥമോൾ അവിടെ കിടക്കുമ്പോ നിങ്ങൾ അവളെ അവിടെ ഇട്ടേച്ചു പോന്നോ? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ജീവന് പേടിയില്ലേ? ഇപ്പൊ മതിയായില്ല എല്ലാവർക്കും. എല്ലാവരുടെ ജീവനും വിലയുണ്ട്, ഗാഥയുടെ ജീവൻ ഒഴിച്ച്. മോനെ, നീ എങ്ങോട്ട് പോന്നു? ഗാഥ കാവൽ കിടക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്ക് പോന്നു. ഈ നേരത്തെ അവിടെ മറ്റാർക്കും പ്രവേശനം ഇല്ല. പൂജാരി പറഞ്ഞല്ലേ? എന്നിട്ട് ആ പൂജാരിയെ കൊണ്ട് ഗാഥയെ രക്ഷിക്കാൻ സാധിച്ചോ? എനിക്ക് ഈ വിശ്വാസങ്ങൾ കേട്ടു നിൽക്കാൻ ആവുന്നില്ല. എനിക്ക് എന്റെ ഗാഥയുടെ ജീവനാ വലുത്. മോനെ, മോനെ, അയ്യോ ഈശ്വര. അമ്മേ, ആ സർപ്പം അവളെ കൊത്തിയിട്ടുണ്ടാവൂ? കൊത്തിയെങ്കിൽ പിന്നെ നന്നായേനെ. ഓ, അതിന്റെ വരവ് കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു പോയമ്മേ. ഒരു കാര്യം ഉറപ്പായി മോളെ, നാഗത്തിന് വേണ്ടത് നമ്മളെയല്ല അവളെ തന്നെയാ. നീ വാ, ചത്തിട്ടുണ്ടോ നോക്കാം. വാ. ഈശ്വര, ഭാഗ്യം, ആപത്തൊന്നുമില്ല. ഇതെങ്ങനെ ഈ ഡ്രസ്സൊക്കെ മാറിയത്? അമ്മ, ഒന്നും മിണ്ടാതിരിക്കെ. ഇപ്പൊ ഇതാണോ വലിയ കാര്യം? ഗാഥ മോനെ, വേണ്ട. കുട്ടി കണ്ണു തുറന്നോളൂ. കുട്ടി തൊഴുത് പ്രാർത്ഥന മതിയാക്കിക്കോളൂ. മോളെ, ചില പരീക്ഷണങ്ങൾ ഉണ്ടായല്ലേ? അതിപ്രധാനപ്പെട്ട ഒരു ആപത്ഘട്ടമാണ് കുട്ടി തരണം ചെയ്തത്. അത് നാഗപ്രീതിയുടെ സൂചനയാണ്. പൂജയുടെ തുടർച്ചയിൽ ഇതുപോലുള്ള ഘട്ടങ്ങൾ ഇനിയും വന്നേക്കാം. ഇതുപോലെ മനസ്സുറച്ചുള്ള പ്രാർത്ഥനയാണ് അതിന് പരിഹാരം. തിരുമേനി, ഗാഥയ്ക്ക് വീട്ടിലേക്ക് പോകാലല്ലേ? തീർച്ചയായും കൂട്ടിക്കൊണ്ടു പൊക്കോളൂ. ഗാഥ മോളെ, വാ വാ. നിർമ്മലേ, കീർത്തി, വാ വാ. അല്ല, അപ്പൊ ഡ്രസ് അമ്മ ഇങ്ങ് വന്നേ. വല്ലാതെ പേടിച്ചു. കൂടെ ഇരുന്നവർ ഓടിയെത്തി പറഞ്ഞത് നാഗം മോളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാ. നാഗങ്ങൾ
ഈ ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷേ എന്നും നമ്മളതിനെ കാണാറില്ലല്ലോ. ഉഗ്ര സർപ്പശാപമുള്ളൊരു സ്ഥലം. സർപ്പസാന്നിധ്യം അത്ര വിചിത്രമായ ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ സമാധാനിക്കാൻ വകയുണ്ട്. കാരണം പൂജയ്ക്കിരിക്കുന്ന പെൺകുട്ടി ഏകാഗ്രചിത്തയാണ്. ഈ പൂജ പൂർത്തിയാക്കി കളരിക്കൽ തറവാടിനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഒരു വ്രതമായി സ്വീകരിച്ചിരിക്കുന്നു. തിരുമേനി, ഇനി ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാകാതെ നോക്കാൻ അസാധ്യമാണ്. അനുഭവങ്ങൾ പലതും ഉണ്ടാവും. അടിയുറച്ച മനസ്സോടെ നേരിടുക എന്നത് മാത്രമാണ് പ്രതിവിധി. എല്ലാം നന്നായി വരും. നാഗട്ടെ. മമ്മി, മാഡം എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? വിളിച്ചു ചോദിച്ചപ്പോ പൂജയ്ക്ക് വേണ്ടി എല്ലാരും കൂടെ നാഗത്തറയിലേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടാ ചെന്നത്. കൃഷ്ണനെ മാറ്റി നിർത്തി പൂജ ചെയ്യാന്ന് ഗാഥ തീരുമാനിക്കുകയായിരുന്നു. അവിടെ സംഭവിച്ചെന്തെന്നറിയോ? നാഗത്തറയിൽ നിന്ന് ഇറങ്ങി വന്ന നാഗം ഇവളെ കൊല്ലാനായിട്ട് നിൽക്കുമായിരുന്നു. ഇറങ്ങി പുറപ്പെട്ടതിന്റെയും സ്വയം തീരുമാനിച്ചതിന്റെ ഒക്കെ അനുഭവം ഉണ്ടായാലോ നിനക്ക്? നീ ആട്ടി ഇറക്കി ഓടിച്ചു വിട്ടിട്ടും ആ കൃഷ്ണ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? എന്താ മാഡം സംഭവിച്ചേ? നാഗത്തറയിൽ നിന്ന് ഇറങ്ങി വന്ന നാഗത്തെ കണ്ടതോടെ ബോധം കെട്ടിപ്പോയി ഇവള്. നാഗ ഇവളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്നതും കൊത്താനായിട്ട് ആയുന്നതും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കണ്ടു നിന്നു ഞാൻ. പക്ഷെ അപ്പോഴാ കൃഷ്ണയുടെ ശക്തി എനിക്ക് മനസ്സിലായത്. അവളെ നാഗത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, അവളുടെ പ്രാർത്ഥന കേട്ട് ആ നാഗം തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. പറഞ്ഞതാണ് ഞാൻ, എന്തോ ഒരു അത്ഭുത ശക്തി ആ കൃഷ്ണയ്ക്കുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാ ആ പൂജാവിധികൾ അവള് പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതും. സ്വന്തം മരണം കൈനീട്ടി വാങ്ങിയ ഒരുത്തിയോടാണ് വീണ്ടും വീണ്ടും അഹങ്കാരം കാണിക്കാൻ ചെല്ലുന്നത്. അതിനുള്ള ശിക്ഷ ഏത് തരത്തിലാ വരുന്നെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണ്ടേ? സ്റ്റോപ്പ് ഇറ്റ് മമ്മി. എനിക്ക് കൂടുതൽ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല.